അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 3, ദാറ്റ് ഈസ് ദ ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇനി മുതൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം എന്തായാലും ഇട്ടൊന്നുമില്ല. +1 എക്സാം അവർ തീരുമാനിച്ച സമയത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞാൻ എടുത്താണല്ലോ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തിലും എക്സാമിന് വരുന്ന ഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടാണ് പോവുക. അതായത് എല്ലാതും 1 by 1 ആയിട്ട് പറയാതെ എക്സാമിന് വരുന്ന ഭാഗങ്ങളൊന്നും കൂടെ ഊന്നിയിട്ട് പറഞ്ഞിട്ട് പോകും. എന്നാലും നമ്മൾ ചാപ്റ്റേഴ്സ് എന്തെങ്കിലും തീരുള്ളൂ. ആ രൂപത്തിലാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇലക്ഷൻ റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. റൈറ്റ്സൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇലക്ഷൻ സിസ്റ്റം, ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തെ സംബന്ധിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. Every country has a formulated certain rules and methods for conducting election. There is also an authentic body to implement them. This is known as the electoral system. അതായത് എല്ലാ രാജ്യത്തും എന്തുണ്ട്, ഇലക്ഷൻ എങ്ങനെ നടക്കണം, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണം, ഏതൊക്കെ മാനദണ്ഡത്തിലൂടെയാണ് ഇലക്ഷൻ നടത്തേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ട് റൂൾസ് റെഗുലേഷൻസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് വേണം എന്ത് ചെയ്യുന്നത്, അത് നടപ്പാക്കണം. അപ്പോൾ ഇത് നടപ്പാക്കാനുള്ള ഒരു ഒതൻറ്റിക് ബോഡി എല്ലാ രാജ്യത്തും ഉണ്ടാകും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രൽ സിസ്റ്റം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്നൊക്കെ നമ്മൾ അതിനെ പറയും. എല്ലാ ഇന്ത്യയിലും ഇതുപോലെ ഉണ്ട്, മറ്റ് അമേരിക്കയിലും റഷ്യ, അതുപോലെ അയർലൻഡ്, ഇസ്രായേൽ, ഇങ്ങനെ എല്ലാ രാഷ്ട്രങ്ങളും ഓരോ തെരഞ്ഞെടുപ്പ് സംവിധാനം ഉള്ളത്. എല്ലാ രാജ്യത്തും ഉള്ളത് സെയിം അല്ല. We have earlier mentioned about different methods or system of election. We also come across the different method of electioneering or campaigning in the elections. അല്ലേ, campaigning ഒക്കെ ഡിഫറെൻ്റ് ആണ് ഓരോ രാജ്യത്തുള്ള. From this it is implies that there is a system of conducting election. There will be an authentic body who frames the rules about do's and don'ts. അല്ലേ, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഇലക്ട്രൽ സിസ്റ്റമാണ്. The constitution of our country had laid down the procedures, the manner of conducting election, counting votes and the declaring result. അല്ലേ, അതിപ്പോൾ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന എന്ത് പറയുന്നുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ എങ്ങനെയാണ് ഇലക്ഷൻ നടത്തേണ്ടത്, ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് വോട്ട് എണ്ണേണ്ടത്, എങ്ങനെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അല്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായിരിക്കും. When we speak of election, what we see today is that people go for vote, cast their vote, and candidates who secures highest votes get elected. അല്ലേ, വോട്ടിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം സംവിധാനം എന്താണ്, ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടന്നു. ആളുകൾ എന്ത് ചെയ്യും, വോട്ട് ചെയ്യാൻ പോകും. വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന കാൻഡിഡേറ്റ് വിന്നറായിട്ട് പ്രഖ്യാപിക്കും. അതാണല്ലോ നമ്മുടെ സിസ്റ്റം. ഇനി അങ്ങനെ പറയുമ്പോൾ there are different ways in which their preference can be counted. These different rules of the election can make a difference to who the winner will be. അപ്പോൾ ഓരോ രാജ്യത്തും എന്തുണ്ട്, ഈ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഡിഫറെൻറ്റ് പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന വ്യക്തി വിന്നറായി അങ്ങനെ ആയിരിക്കില്ല എല്ലാ രാജ്യത്തും ഉണ്ടാകുന്നത്. Certain rules of the election can favor bigger political parties. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ചില റൂൾസ് എന്ത് ചെയ്യും, വലിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില റൂൾസ് അനുകൂലമായിരിക്കും. സം റൂൾസ് മേ ബി ഹെൽപ്സ് സ്മോളർ പാർട്ടി, ചിലത് ചെറിയ പാർട്ടികൾക്ക് എന്ത് ചെയ്യും, അനുകൂലമായിരിക്കും. ഇൻ സം കേസസ് ഇറ്റ് ക്യാൻ ഫേവർ ദ മെജോറിറ്റി കമ്മ്യൂണിറ്റി, ചിലപ്പോൾ അത് മെജോറിറ്റി കമ്മ്യൂണിറ്റിക്ക് അനുകൂലമാകും. വൈൽ അതേഴ്സ് പ്രൊട്ടക്റ്റ് ദ മൈനോറിറ്റി, ചിലത് എന്ത് ചെയ്യും, മൈനോറിറ്റിക്ക് അനുകൂലമാകും. അപ്പോൾ ഈ ഓരോ രാജ്യത്തുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് വേണ്ടത്, അതിനനുസരിച്ചായിരിക്കും ഓരോ രാജ്യത്തും എന്ത് ചെയ്യുക, ഇലക്ഷന് പ്രൊസീഡ് ചെയ്യുക, ആ സംവിധാനം നിലനിൽക്കുക.
In India, we have two system of conducting elections. ഇന്ത്യയിലെ രണ്ട് സിസ്റ്റം ഉണ്ട്. ഒന്നാമത്തെ ഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റം, രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റം. ഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റം ആൻഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റം. Election to the Lok Sabha, state legislative and local self-government institution is conducted through the direct election. അതായത് ലോക്സഭയിലേക്കും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കും അതായത് പഞ്ചായത്ത് പോലുള്ള സംവിധാനത്തിലേക്കും ഒക്കെ ഇലക്ഷൻ നടക്കുന്നത് ഏത് സെൻസിലാണ്? ഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റത്തിലൂടെയാണ്. ഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ എന്തിന് എക്സാമ്പിളാണ്? ഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ഈസ് ഡൺ ത്രൂ ദ ഇൻഡയറക്റ്റ് സിസ്റ്റം. അതായത് രാജ്യത്തെ പ്രസിഡൻറ്റിനെ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ്, അതായത് മെമ്പർ ഓഫ് രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുക, അതൊക്കെ ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെയാണ് സെലക്ഷന്. അപ്പോൾ 2 മെത്തേഡ്സ്, ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റം. ദ ഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റം ഫോളോഡ് ഇൻ അവർ കൺട്രി ഈസ് കോൾഡ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്യുന്ന അതിൻ്റെ പേരാണ് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം അത് ഡയറക്റ്റ് ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെ വേറൊരു പേരാണ്, അത് ഓർത്ത് വെക്കണം. അപ്പം ഇൻ ദ ലോക്സഭ ഇലക്ഷൻ ഇൻ 1984 ദ കോൺഗ്രസ് വാസ് വോട്ടഡ് ടു ദ പവർ വിത്ത് ആൻ ഓവർവെൽമിംഗ് മെജോറിറ്റി ഓഫ് 415 ഔട്ട് ഓഫ് 543 സീറ്റ്സ്. 1984 ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ടാണ് താഴെ കാണിക്കുന്നത്. അതിൽ 543 ടോട്ടൽ സീറ്റിൽ കോൺഗ്രസ് 415 സീറ്റ് നേടിയിട്ടുണ്ട്. അതായത് 48% ഓഫ് വോട്ടാണ് കോൺഗ്രസ് പാർട്ടി 1984 ലോക്സഭാ ഇലക്ഷനിൽ നേടിയിട്ടുള്ളത്. BJP 7.4%, ദാറ്റ് ഈസ് 2 സീറ്റ്സ്. ആൻഡ് ദ ജനതാദൾ, ലോക്ദൾ, CPI, തെലുങ്കുദേശം അങ്ങനത്തെ പാർട്ടിയുടെ സീറ്റുകളും നമ്പർ ഓഫ് വോട്ടിൻ്റെ പെർസെൻറ്റേജും താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നടന്നത് എന്ത് സിസ്റ്റത്തിലാണ്? ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമുക്ക് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം എന്താണ് അതിലേക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ദ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ വി ഹാവ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഡെമോക്രസി. നമ്മുടെ രാജ്യത്ത് പാർലമെൻ്ററി സംവിധാനമാണല്ലോ. പീപ്പിൾ ഇലക്റ്റഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ദ പാർലമെൻറ്റ് അണ്ടർ ദിസ് സിസ്റ്റം. അപ്പം ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പാർലമെൻറ്റിലേക്ക് ഈ ഇലക്ഷൻ സിസ്റ്റത്തിലൂടെ സെലക്ട് ചെയ്തിട്ട് അവരെ പറഞ്ഞയക്കുന്നത്. ദ എൻറ്റയർ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 543 കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ ഈ രാജ്യത്തെ പാർലമെൻറ്റിൽ എത്ര സീറ്റുകളാണ് ഉള്ളത്? 543 സീറ്റുകൾ, അല്ലെ 543 മണ്ഡലങ്ങളാണ് രാജ്യത്തുള്ളത്. അതിലേക്കാണ് ഓരോ മെമ്പേഴ്സിനെ ജനങ്ങൾ ഓരോ ഭാഗത്തു നിന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞയക്കുന്നത്. ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി ഇലക്ട് 1 റെപ്രസെൻറ്റേറ്റീവ്, അല്ലേ? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയും ഓരോ മണ്ഡലങ്ങളും ഓരോ റെപ്രസെൻറ്റേറ്റീവിനാണ് സെലക്ട് ചെയ്യുന്നത്. ദ കാൻഡിഡേറ്റ് ഹൂ സെക്യൂർസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഈസ് ഡിക്ലെയർഡ് ഇലക്റ്റഡ്. അപ്പോൾ ഓരോ കാൻഡിഡേറ്റും ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട് കിട്ടുന്ന കാൻഡിഡേറ്റിനെ എന്താക്കി മാറ്റും? ഇലക്റ്റഡ് ആക്കി മാറ്റും. അതാണ് ഈ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ക്യാരക്ടേഴ്സ്. The simple majority system or first past post system is that the system of representation where the candidates whose obtained majority is declared elected. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. The candidates who obtain the highest number of vote will declare as elected. അപ്പം കൂടുതൽ നമ്പർ വോട്ട് കിട്ടുന്ന കാൻഡിഡേറ്റ്സ് എന്തായിരിക്കും? എലക്റ്റഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഇൻ ഇന്ത്യ ദിസ് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ് നമുക്കറിയാം. ഇനി in this system each constituency elect only one member and the count of votes the member who obtain the higher number of votes is declared elected. ഇനി നമുക്ക് പറയാം, ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ആർ 5 candidates in a constituency. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു മണ്ഡലത്തിൽ 5 candidates ഉണ്ട് എന്ന് വിചാരിക്കുക, ABCDE.
If A gets 30% of vote and B gets 25% of vote and C get 20% and D get only 15% and E get 10% of the vote polled. അപ്പോൾ ടോട്ടൽ 100% ഈ 5 പേർക്കായി ഡിവൈഡ് ചെയ്തു. എ ഈസ് ഡിക്ലെയർഡ് ആസ് എലക്റ്റഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കിയാൽ എ 30% കിട്ടിയതുകൊണ്ട് എ എന്തായും വിന്നറായിട്ട് ഡിക്ലെയർ ചെയ്തു. ദിസ് സിസ്റ്റം വാസ് അഡോപ്റ്റഡ് ഇൻ UK ഇൻ 1885 അല്ലേ. UK ബ്രിട്ടനിലാണ് 1885 ഈ സിസ്റ്റം എന്ത് ചെയ്ത് ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്തത്. ദിസ് സിസ്റ്റം ഈസ് ഓൾസോ അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ എന്ത് ചെയ്തു ഈ സിസ്റ്റം ഫോളോ ചെയ്തു. ഓക്കെ, ഇനി the important feature of the system is that the candidate who secures the largest number of votes is declared elected. The winning candidate need not get a majority of votes. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട് കിട്ടുന്നത് അല്ലേ, ലാർജസ്റ്റ് നമ്പർ ഓഫ് വോട്ട് ഏത് കാൻഡിഡേറ്റിനാണോ കിട്ടുന്നത് അദ്ദേഹത്തെ എന്ത് ചെയ്യും വിന്നറായിട്ട് ഡിക്ലെയർ ചെയ്യും. ദ വിന്നിങ് കാൻഡിഡേറ്റ് നീഡ് നോട്ട് ഗെറ്റ് മെജോറിറ്റി ഓഫ് വോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈ കാര്യത്തിൽ ആപേക്ഷികമായി കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടിയത് അവർ ജയിക്കണം, അല്ലാതെ മെജോറിറ്റി ഓഫ് വോട്ട് അതായത് ഒരു 40%. ഇപ്പോൾ നേരത്തെ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ 543 സീറ്റ് ഉണ്ടായിട്ട് അതിൽ 48% വോട്ടേ ആർക്ക് കിട്ടിയിട്ടുള്ളൂ, കോൺഗ്രസ് പാർട്ടിയിലേക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി പകുതി വോട്ടും എന്തായിട്ടുള്ള വേറെ പാർട്ടികളിലേക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പം വോട്ടിൻ്റെ എന്ത് ചെയ്യാനില്ല, മോർ പെർസെൻറ്റേജ് കിട്ടണമെന്ന് അവിടെ ഇല്ല, മെജോറിറ്റി കിട്ടണമെന്നില്ല, സീറ്റ് എന്ത് ചെയ്താൽ മതി, കിട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേകത. ദി സിസ്റ്റം ഈസ് കോൾഡ് ദ ഫസ്റ്റ് പോസ്റ്റ് സിസ്റ്റം. Here the election is like a race. The person who crosses the winning post first the winner. അപ്പോൾ ആർക്കാണ് കൂടുതൽ പെർസെൻറ്റേജ് കിട്ടുന്നത്, കൂടുതൽ സീറ്റ് കിട്ടുന്നത് അവരെന്ത് ചെയ്യും, ജയിക്കും. അങ്ങനെ ഇത് പ്ലൂരാലിറ്റി സിസ്റ്റം എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇനി ദ FPTP സിസ്റ്റം ഈസ് എ വെരി സിമ്പിൾ ബട്ട് ദ ഡെഫിഷ്യൻസി ഓഫ് ദി സിസ്റ്റം ഈസ് ദ കാൻഡിഡേറ്റ്സ് ഗെറ്റ് ഇലക്റ്റഡ് ഇഫ് ഹി ഓർ ഷീ ഗെറ്റ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് വോട്ട് ഈവൻ മെജോറിറ്റി ഓഫ് വോട്ട്സ് അഗെയിൻസ്റ്റ് ഹെർ. അപ്പം ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ഓഫ് വോട്ട് കിട്ടിയാൽ മതി, പക്ഷേ മെജോറിറ്റി എന്തെയല്ല വോട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല, നേരത്തെ പോലെ തന്നെ. അതായത് 543 സീറ്റുകൾ ഉണ്ടെങ്കിൽ 415 കോൺഗ്രസ്സിന് കിട്ടി, അത് ഓക്കെ, അതുകൊണ്ട് കോൺഗ്രസ് വിന്നറായി. പക്ഷേ 48% വോട്ടേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി വോട്ടൊക്കെ വേറെ പാർട്ടികളിലേക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പം അതവിടെ എന്ത് ചെയ്യുന്നത്, കുറേ വോട്ട് എന്ത് ചെയ്തു വേസ്റ്റായി പോകുന്നൊരവസ്ഥ വന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പോരായ്മ, ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൻ്റെ പോരായ്മയായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ദാറ്റ് ദ പാർട്ടി വിച്ച് ഡസ് നോട്ട് ഗെറ്റ് മെജോറിറ്റി ഓഫ് വോട്ട് മേ ഗെറ്റ് വാസ്റ്റ് മെജോറിറ്റി ഓഫ് സീറ്റ്. അപ്പോൾ എന്തെല്ലാം ഈ സീറ്റ് കുറേ കിട്ടുന്ന പാർട്ടിക്ക് എന്തെല്ല വോട്ടിൻ്റെ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടണമെന്ന് ഇല്ല, അവർക്ക് 48% അവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു FTP സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സിസ്റ്റം തന്നെ, അതായത് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം കഴിഞ്ഞിട്ട് അടുത്ത പറയുന്ന ഒരു സിസ്റ്റമാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം. In Israel, once the votes are counted, each party is allotted the number of seats in the parliament in proportion to the share of votes. അപ്പോൾ ഇത് ഇസ്രായേലിലൊക്കെ നടക്കുന്ന ഒരു സിസ്റ്റമാണ്. വൺസ് ദ വോട്ട് ആർ കൗണ്ടഡ്, വോട്ട് കൗണ്ട് ചെയ്ത സമയത്ത് ഈച്ച് പാർട്ടി ഈസ് allotted the number of seats in parliament ഇൻ പ്രപ്പോർഷൻ ടു ദ ഷെയർ ഓഫ് വോട്ട്സ്. അപ്പോൾ അവർക്ക് കിട്ടിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റിൽ അവർക്ക് എന്ത് ചെയ്യും, ഇത്ര നമ്പർ ഓഫ് സീറ്റ്സ് അലോട്ട് ചെയ്യും, അതാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആക്കലില്ല, അവർക്ക് എത്ര വോട്ട് കിട്ടി അതിനനുസരിച്ച് അവർക്ക് പാർലമെൻറ്റിൽ സീറ്റ് കൊടുക്കും. റിമെമ്പർ ദാറ്റ് ദ വോട്ടേഴ്സ് വോട്ട് ഫോർ ദ പാർട്ടീസ് ആൻഡ് നോട്ട് ഫോർ ദ കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണ്, ഓരോ കാൻഡിഡേറ്റിനല്ല വോട്ട് പോകുന്നത്, പാർട്ടിക്ക് മൊത്തത്തിലാണ് എന്ത് ചെയ്യുന്നത്, വോട്ട് പോകുന്നത്. അപ്പം എന്ത് ചെയ്യും, ആ പാർട്ടിക്കാണ് ആൾക്കാർ എന്ത് ചെയ്യുക, വോട്ട് ചെയ്യുക. എന്നിട്ട് അവർക്ക് എത്ര ടോട്ടൽ വോട്ട് കിട്ടി അതിനനുസരിച്ചുള്ള സീറ്റ് പാർലമെൻറ്റിൽ അലോട്ട് ചെയ്യും, എന്നിട്ട് അതിലേക്ക് ആളുകളെ നിയമിക്കും.
Now each party is fill its quota of seats by picking from list of nominees declared before election. അപ്പോൾ ഇലക്ഷൻ്റെ മുമ്പ് അവരെ സ്ഥാനാർത്ഥികൾ അവർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഈ കിട്ടുന്ന വോട്ടിലേക്ക് അതിനനുസരിച്ചുള്ള സീറ്റും അലോട്ട് ചെയ്തിട്ട് ആ സീറ്റിലേക്ക് എന്ത് ചെയ്യും, ആളെ അവർ നോമിനേറ്റ് ചെയ്യുന്ന ആളെ എന്ത് ചെയ്യും, കയറ്റും. അതാണ് ദിസ് സിസ്റ്റം ഈസ് കോൾഡ് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. അതിനെ പറയുന്ന പേരാണ് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഹിയർ ദ പാർട്ടി ഗെറ്റ്സ് ദ സെയിം പ്രപ്പോർഷൻ ഓഫ് സീറ്റ്സ് ആസ് ഇസ് പ്രപ്പോർഷൻ ഓഫ് വോട്ട്സ്. അപ്പോൾ ഇവിടെ പ്രത്യേകം നോക്കിക്കോളൂ, എന്ത് ചെയ്യും, ഇവിടെ എത്ര വോട്ട് കിട്ടി അതിനനുസരിച്ചുള്ള ആളുകളെ സെലക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യില്ല, വോട്ടിനനുസരിച്ച് ആളുകളെ നമ്മൾ നോമിനേറ്റ് ചെയ്ത ആളുകളെ പാർലമെൻറ്റിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, വോട്ട് വേസ്റ്റ് ആകുന്നില്ല. ആ വോട്ട് എത്ര വോട്ട് കിട്ടി അതിനനുസരിച്ച് അവിടെ ആൾക്കാരും ഉണ്ടാകും. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 48% കോൺഗ്രസിന് ആ 1984 ഇലക്ഷനിൽ 48% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എന്തില്ല, ആ വോട്ട് ബാക്കി പോയ ഒരു 60% അടുത്ത വോട്ട് എന്ത് വേസ്റ്റായി പോയിട്ട് അതിന് റെപ്രസെൻറ്റേഷൻ പാർലമെൻറ്റിലുണ്ടോ, ഇല്ല. അപ്പോൾ അതൊരു വേസ്റ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റം അതാണെന്ന് പറയാം. അപ്പം ഇപ്പോൾ ഈ വോട്ടിൻ്റെ അനുസരിച്ച് റെപ്രസെൻറ്റേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇതിനെ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദർ ആർ 2 മെയിൻ വെറൈറ്റീസ് ഓഫ് ദിസ് ടൈപ്പ്. അപ്പോൾ ഈ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം 2 തരത്തിലുണ്ട്. ഒന്ന് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ഓർ ഹെയർ സിസ്റ്റം ആൻഡ് ദ ലിസ്റ്റ് സിസ്റ്റം. അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. അല്ലെങ്കിൽ വേറൊരു ഒന്നും കൂടെ ഉണ്ട്, ലിസ്റ്റ് സിസ്റ്റം. ഇതാണ് 2 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തെ. ഇനി സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം യൂസ്ഡ് ഇൻ ദ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. അപ്പോൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എവിടെയുള്ളതെന്ന് വെച്ചാൽ അയർലൻഡിലൊക്കെയാണ് ഈ ഒരു സിസ്റ്റം ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്ക, കാനഡ. ഇൻ ഇന്ത്യ ദി സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ ദ ഇലക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ. ഇന്ത്യയിലും ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഇലക്ഷനിൽ. ലിസ്റ്റ് സിസ്റ്റം വാസ് പ്രാക്ടീസ്ഡ് അണ്ടർ ദ വീമർ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി. അപ്പോൾ ലിസ്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ജർമ്മനിയിലാണ്. ഇനി നമ്മൾ നോക്കാം ഹെയർ സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെയർ സിസ്റ്റം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ നെയിം ഓഫ് തോമസ് ഹെയർ, ആൻ ഇംഗ്ലീഷ്മാൻ ഹൂ സജസ്റ്റഡ് ദിസ് സിസ്റ്റം ഇൻ ഹിസ് മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ. തോമസ് ഹെയർ എന്ന ഒരു ഇംഗ്ലീഷ്മാനാണ് ഇത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന ബുക്കിലാണ് ഇതിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് പറഞ്ഞത്. Later he expanded hair system in his book Election of Representative. In Denmark this system is called ആൻഡ്രിയ സിസ്റ്റം. ഡെൻമാർക്കിൽ ഈ ഹെയർ സിസ്റ്റത്തെ പറയുന്ന പേരാണ് ആൻഡ്രിയ സിസ്റ്റം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ പ്രിഫറൻഷ്യൽ സിസ്റ്റം ബിക്കോസ് ഓഫ് ദ പ്രിഫറൻസ് വിച്ച് എ വോട്ടർ ഈസ് റിക്വയർഡ് ടു ഗീവ് ദ കാൻഡിഡേറ്റ്സ്. അപ്പോൾ എന്താ ഇതിനെ വേറൊരു നെയിമിലും പറഞ്ഞാൽ പ്രിഫറൻഷ്യൽ സിസ്റ്റം എന്നും കൂടെ പറയുന്നത്. കാരണം ഈ കാൻഡിഡേറ്റ്സ് വിച്ച് എ വോട്ടർ ഈസ് റിക്വയർഡ് ടു ഗീവ് ദ പ്രിഫറൻസ് ടു ദ കാൻഡിഡേറ്റ്. അത് വോട്ടർക്ക് എന്ത് ചെയ്യാം, ഈ കാൻഡിഡേറ്റ്സിനെ ഒരു പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കാം. അതായത് ഫസ്റ്റ് ആരെ തിരഞ്ഞെടുക്കണം, സെക്കൻഡ്, അങ്ങനെ ഒരു രൂപത്തിൽ ഫസ്റ്റ് ഇന്ന ആളെ തിരഞ്ഞെടുക്കണം, സെക്കൻഡ് ഇന്ന ആളായിരിക്കണം, അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ, പ്രിഫറൻസ് കൊടുക്കാൻ ഈ ഒരു സിസ്റ്റത്തിൽ സാധിക്കും. അതുകൊണ്ട് ഇതിനെ പ്രിഫറൻഷ്യൽ സിസ്റ്റം എന്നും കൂടെ പറയുന്നുണ്ട്. The principle underlying the system of proportional representation by means of single transferable vote system is that every minority group should get a representation in the legislation in accordance with its voting strength. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടേ ഉണ്ടാവുള്ളൂ. അതായത് ഓരോ വോട്ടർക്കും ഒരു വോട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏതൊരു മൈനോറിറ്റി ഗ്രൂപ്പിനും റെപ്രസെൻറ്റേഷൻ കിട്ടും ലെജിസ്ലേച്ചറിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് വോട്ടിംഗ് സ്ട്രെങ്ത്. എത്ര അവർ വോട്ട് ചെയ്യുന്ന
അപ്പോൾ അതിൻ്റെ ആ സ്ട്രെങ്ത്തിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും, വോട്ട് കിട്ടും. അതായത് ഇപ്പോൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആയാലും BJPയുടെ ആയാലും അതായത് ലീഗിൻ്റെ ഒക്കെ പ്രതിനിധി രാജ്യസഭയിലേക്കൊരു അപ്പോൾ ഇവരുടെയൊക്കെ എന്തുണ്ടാവും, സ്ട്രെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഒരു ജനസംഖ്യയിൽ. പക്ഷെ അവരുടെ വോട്ട് ചെയ്യുന്നതിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും, ഒരു റെപ്രസെൻറ്റേഷൻ എല്ലാവർക്കും കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മൈനോറിറ്റി ഗ്രൂപ്പിനും റെപ്രസെൻറ്റേഷൻ കിട്ടും എന്നുള്ള ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. ഇനി there are 4 essential characteristics of this system. ഒന്ന് മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി, ദ ക്വാട്ട, 1 effective vote ആൻഡ് ദ മാർക്കിംഗ് ഓഫ് പ്രിഫറൻസസ് ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് വോട്ട്സ്. അപ്പോൾ ഈ ഹെയർ സിസ്റ്റത്തിൻ്റെ ഇതാണ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് 4 എസെൻഷ്യൽ ക്യാരക്ടർ, അതിൻ്റെ സ്വഭാവങ്ങളുണ്ട്. ഒന്നാമത്തെ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരിക്കണം, രണ്ടാമത്തെ ക്വാട്ട, 1 effective vote ആൻഡ് ദ മാർക്കിംഗ് ഓഫ് പ്രിഫറൻസ് മാർക്ക് ചെയ്യാൻ പറ്റും, ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് വോട്ട്സ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി. മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുക, ഇൻ ദിസ് സിസ്റ്റം മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി ഈസ് എസെൻഷ്യൽ എലമെൻറ്റ്. അപ്പോൾ ഇതിൽ ഒരു സിസ്റ്റത്തിൽ അതിലൊരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഭാഗമാണ് മൾട്ടി മെമ്പേഴ്സ് ഉണ്ടാവണം ഒരു മണ്ഡലത്തിൽ, കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. A single transferable vote system requires a constituency at least 3 members. അപ്പോൾ അതിലെന്തുണ്ട്, അറ്റ്ലീസ്റ്റ് എന്ത് വേണം, 3 members എങ്കിലും ഇതിൽ വേണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 members if it is to achieve its purpose of enabling each substantial minority to elect a member. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താണ് എല്ലാ മൈനോറിറ്റിക്കും ഈ ഒരു എലക്ഷൻ പ്രോസസ്സിൽ പങ്കാളികളായിട്ട് അവരുടെ റെപ്രസെൻറ്റേഷൻ വരുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 members ഇവിടെ വേണം മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന ഒരു ടേം കൊണ്ട് നമ്മളവിടെ അർത്ഥമാക്കുന്നത്. പിന്നെ ഇവിടെ വേറെ പറയുന്നത് എ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി മീൻസ് 3 or more candidates are elected at the same time from a constituency. Whatever be the number of seats, each voter has only 1 effective vote. അപ്പം 3 or more candidates ഉണ്ടാവണം ഒരു മണ്ഡലത്തിൽ നിന്ന്. അതുപോലെ തന്നെ വാട്ടെവർ ബി ദ നമ്പർ ഓഫ് സീറ്റ്സ് എത്രയാണെങ്കിൽ കൂടിയിട്ടും വോട്ടർ ഹാസ് ഓൺലി 1 effective. വോട്ടർക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു എഫക്റ്റീവ് വോട്ടേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി അതാണ് അതിൻ്റെ ഒരു പാർട്ട്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കോട്ട, അതുപോലെ തന്നെ 1 effective വോട്ട് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വോട്ട് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.